ഉണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആര് ചെയ്ത പോലെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അന്നത്തെക്കാളും തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. കേട്ടില്ല. അന്നത്തെക്കാളും തിരക്ക് അനുഭവപ്പെടുന്നു. അല്ല, തീർച്ചയായിട്ടും തിരക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, നഗരപ്രാന്തങ്ങളിലേക്ക് പൊങ്കാല മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അമ്പലം പരിസരം മാത്രമല്ല, ഇപ്പോൾ കഴക്കൂട്ടം, പേർക്കട, വട്ടിയൂർക്കാവ്, കണ്ണമ്മൂല, കാര്യവട്ടം, ഇങ്ങനെ നമ്മുടെ കാലടി, അമ്പലമുക്ക്, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പൊങ്കാല വിഘടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടും. അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഓട്ടോ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരും വിവിധ സേവനങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിനൊപ്പം നിന്നുകൊണ്ട്, നഗരസഭയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇവരെല്ലാം തന്നെ ഈ പൊങ്കാല വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്ന നിലയിൽ ഇത്രയും അധികം സ്ത്രീകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന മറ്റൊരു ഇവൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഉത്സവമില്ല. അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ അത് വിജയിപ്പിക്കുന്നതിന് നഗരം ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാലയെ മറ്റ് ഉത്സവങ്ങളിലും ഒത്തൊരുമയില്ലെന്നല്ല, പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് ഈ നഗരം, തിരുവനന്തപുരം ഒന്നടങ്കം ഇവിടെ എത്തുന്ന ഭക്തരെ വരവേൽക്കാനായി ദിവസങ്ങൾക്ക് മുന്നേ ഒരുങ്ങിയിരുന്നതാണ്. ഇവിടെ എത്തിയ ഭക്തർ ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത് ഈ പൊങ്കാല അടുപ്പിലേക്ക്. നമ്മൾ കാണുന്നുണ്ട്, ഈ തോറ്റമ്പാട്ട് പാടുന്നതിന് തൊട്ട് മുന്നിലായുള്ള അടുപ്പിലേക്ക് ഈ തീനാളം പകർന്നെത്തുന്നത് കാണാനായി ഉള്ള സജ്ജീകരണങ്ങൾ നമ്മൾ പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്താതെ പോയ ഒരുപാട് ആറ്റുകാലമ്മ ഭക്തന്മാരുണ്ടാകും. അവർക്ക് വീട്ടിലിരുന്ന് അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ, അതിൻ്റെ ഭക്തി, ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഒരു തരി ചോരാതെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.